ഹലോ ഗൈസ്, രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാത്രി താമസിച്ചിരുന്ന ഒരു റൂമാണിത്. മൗഗ്ലി കഫേ. നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു റൂമാണിത് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എവിടെ ട്രാവലിങ്ങിന് പോയാലും നല്ല കംഫർട്ടബിൾ സ്റ്റേ, നല്ല വ്യൂ ഉള്ള സ്റ്റേ നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. നമുക്ക് അടുത്ത ദിവസം ട്രാവൽ ചെയ്യാനും കറങ്ങാൻ പോകാനൊക്കെ നല്ലൊരു എനർജിയും കൂടെ കിട്ടും. ഇതാണ് മൗഗ്ലി കഫേയുടെ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള റിസോർട്ടിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ്. കുറേ ഗ്രീനറിയും പിന്നെ എല്ലാം ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതാണ്, എല്ലാം ഹട്ടും അങ്ങനെയൊക്കെ ഉള്ളത്. സോ നല്ല ഫോട്ടോസ് എടുക്കാനും ചുമ്മാ പുറത്തിറങ്ങി നിൽക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. എസ്പെഷ്യലി സ്റ്റേ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. സോ നവീൻ റെഡിയാവുന്നത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്നിട്ട് വേണം അവനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരേപോലത്തെ ടീഷർട്ടൊക്കെ മേടിച്ചായിരുന്നു. ഒരു ആനയുടെ ഒരു പടമൊക്കെ കൊണ്ട് ഒരേപോലത്തെ ടീഷർട്ട് വെറുതെ ചുമ്മാ ഒന്ന് ഇടാനായിട്ട്. സോ നമ്മൾ ഇതിന് ശേഷം ഇനിയിപ്പോൾ എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ലാസ്റ്റ് ഡേ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇനി പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതുവഴി നമ്മുടെ സ്ഥലങ്ങൾ കാണാനുള്ളൊരു പരിപാടിയിലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ വന്നിട്ട്. സോ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ വേറെ റിസോർട്ടിലോട്ട് പോയി. റിസോർട്ടിൻ്റെ പേര് ഞാൻ സത്യത്തിൽ മറന്നുപോയി, എക്സ്ട്രീംലി സോറി. ഓർക്കുമ്പോൾ ഞാൻ കമൻറ്റിലിട്ടോളാം. നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഫോറിനേഴ്സിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വൈബായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ അവിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് ലാപ്ടോപ്പൊക്കെ തുറന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഫുഡും നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫുഡും നല്ല റീസണബിൾ പ്രൈസുമാണ്. നല്ല വ്യൂ ഉണ്ട്. നമ്മൾ എവിടെ തിരിഞ്ഞാലും ഡിഫറെൻറ്റ് വ്യൂസാണ് ഇവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുവാണ്. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, റിസോർട്ടിൽ നിന്നുള്ള. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ചെന്നത് ഒരു ടെമ്പിളിലാണ്. ഹനുമാനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഹനുമാൻ ടെമ്പിൾ. അന്ന് വളരെ തിരക്കും, നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു അന്ന്. അതൊരു വലിയൊരു ഹൈറ്റിലിരിക്കുക. സോ നമ്മൾ ഈ ചെരുപ്പൊക്കെ നമ്മൾ അവിടെ ഒരു ലോക്കറിൽ ഊരി വെച്ചിട്ട് ഇതുപോലെ കാലൊക്കെ കഴുകിയിട്ട് വേണം എല്ലാവർക്കും പോകാനായിട്ട്. കുറേ സ്റ്റെപ്സാണ്. ആ സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ഈ ടെമ്പിളിലോട്ട് എത്താനായിട്ട്. ആക്ച്വലി ഇതൊരു പർവ്വതമാണ്. എന്താ പറയുക, ആഞ്ജനാദ്രി പർവ്വതം എന്ന് പറയും. ഇത് ആഞ്ജനാദ്രി ടെമ്പിൾ എന്നും പറയാറുണ്ട്, ഹനുമാൻ ടെമ്പിൾ. സോ അതിങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ അവർ ചെയ്തേക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ നടന്നാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്താനായിട്ട്. കുറച്ച് നടന്നപ്പോഴേക്കും തന്നെ കിതച്ച് തുടങ്ങി പലരും. പക്ഷെ നമ്മൾ നല്ല എനർജിക്കായിട്ട് നമ്മൾ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഇങ്ങനെ കയറി കുറച്ച് ദൂരം കയറി വന്നപ്പോഴേക്കും നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ വളരെ ആ വഴി ശരിക്കും ഇടുങ്ങിയതാണ്. ഇതുകൊണ്ട് ഒരു പാറയുടെ ഇടയിലൂടെയൊക്കെ വേണം നമുക്കിങ്ങനെ കുനിഞ്ഞൊക്കെ വേണം പോകാനായിട്ട്. സോ അങ്ങനെ നമ്മൾ നടന്ന ടെമ്പിളിൻ്റെ അവിടെ അടുത്തെത്താറായി. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കിയിട്ട് നമ്മൾ താഴെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എസ്പെഷ്യലി ഒരു പബ്ലിക് ഹോളിഡേയും കൂടെ അല്ലേ. നല്ല തിരക്കായിരുന്നു. എല്ലാവരുടെയും ഈ ജയ് ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയ എന്നൊക്കെ ഉള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു വൈബായിരുന്നു. ഇതാണ് ശ്രീകോവിലിൻ്റെ അകത്തോട്ടുള്ളത്. പിന്നെ ഞാൻ അത് വീഡിയോ എടുത്തില്ല. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു വ്യൂവിനെ പറ്റിയാണ്. സത്യം ഞാനങ്ങ് മൈൻഡ് ബ്ലോയിങ്. നമ്മൾ അവിടെ അങ്ങ് നിന്നുപോയി ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ദ എൻറ്റയർ ഹംപി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു ഫീലാണ്. ഒരു രക്ഷയില്ല. കാര്യം നമ്മൾ യൂഷ്വലി മൗണ്ടൻസിനൊക്കെ വേറൊരു ഫീലല്ലേ. ഇത് എൻറ്റയർലി വേറൊരു ഫീൽ. എനിക്കത് പറയാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒരിക്കൽ വന്ന് ഇത് ഫീൽ ചെയ്യണം, ഈ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു അവിടെ. ഇതതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലമാണ്, ഓപ്പോസിറ്റ് വ്യൂ പോയിൻ്റാണിത്. ഇത് നമ്മൾ മുകളിൽ നിന്ന് കാണുന്നതാണ് എൻറ്റയർ ഹംപിയുടെ വേറൊരു സൈഡായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ പാറകളുടെ ഇടയിലൂടെയൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ പയ്യന്മാർ സെറ്റൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേണം നമുക്കിനി തിരിച്ച് ഇറങ്ങി പോകാനായിട്ട്. നമ്മൾ കയറിയത് ഒരു സൈഡിലും തിരിച്ച് പോകുന്നത് വേറൊരു സൈഡിലും കൂടെയാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സ്റ്റെപ്സ് ഇറങ്ങി വേണം പോകാൻ. സ്റ്റെപ്സ് ഇറങ്ങുന്നതിന് ഒരു ഷെൽട്ടറും ഇല്ല. സ്റ്റെപ്സ് കയറുന്നതിന് കുറച്ച് ഷെൽട്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ മെയിൻ ഹംപിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ടെമ്പിളാണിത്. വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയും. സോ ഈ ടെമ്പിളാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നമ്മളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പിന്നത്തെ അപ്പോഴേക്കും തന്നെ ഉച്ചയായി കഴിഞ്ഞ് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. സോ നമ്മളവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഈ കുറച്ചൊരു പുഴ, അതൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് വെള്ളമുണ്ട്, അതിൽ നമ്മളൊരു ബോട്ടിലൂടെ കയറി വേണം നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. സോ അത് നമ്മളൊരു 25-30 റുപ്പീസിൻ്റെ ആ ഒരു പോയിന്റിൽ നമ്മൾ
ടിക്കറ്റ് എടുക്കുക, നമ്മൾ അവരെ തൊട്ടപ്പുറത്താക്കി തരും. ഒരു 5 മിനിറ്റ് പോലും ഇരിക്കേണ്ടി വരില്ല, അത്രയ്ക്കും അടുത്താണത്. മെയിൻ റോഡ് വഴി നമ്മൾ 25 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് വേറെ ഒരു വഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ഇന്നലെ അങ്ങനെ പോയി. സോ ഇന്ന് നമ്മൾ ബോട്ടിലൂടെ സഞ്ചരിച്ചു വേറൊരു സ്ഥലത്തെത്താനായിട്ട്. സോ ഇതാണ് വിരുപക്ഷ ടെമ്പിളിൻ്റെ ഫ്രണ്ട് പോർഷൻ. അതിൻ്റെ അടുത്തൊരു നല്ലൊരു പോണ്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട് ആ പോണ്ട്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലീനായിട്ടൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പോണ്ടാണ് അവിടെ. അങ്ങനെ പിന്നെ ഇതാണ് ആ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ, മീൻസ് എൻട്രി എന്ന് പറയുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഒരുപാട് ക്യൂ നിന്നാലേ ഇതിൻ്റെ അകത്ത് ശ്രീകോവിൽ ദർശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് ഇന്ന് തന്നെ റിട്ടേൺ പോകണം. അപ്പോൾ അത് നമ്മൾ ക്യൂ നിന്നില്ല, അതിൻ്റെ അകത്ത് ഫുൾ കയറി കണ്ടു. ഈ ഒരു വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. അകത്ത് നിന്നിട്ട് നമ്മൾ ആ ഒരു ഗോപുരം കാണുന്നത് നല്ല രസമുണ്ട്. അതുപോലെ ഒരു നല്ലൊരു ഭയങ്കര വെയിലാണെങ്കിലും ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫുൾ വ്യൂ ആണ് ഈ ടെമ്പിളിൻ്റെ ബാക്കിൽ. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഇനി അങ്ങോട്ട് പോയി കാണാമെന്നായിരുന്നു അതിൻ്റെ ഒരു പ്ലാനായിട്ട്. സോ ഇത് എക്സ്ട്രീംലി നമ്മളെല്ലാ ഹംപിയിലുള്ള പല പല ടെമ്പിൾസ് കണ്ടതുപോലെ തന്നെ കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ടെമ്പിളാണത്. അതിൻ്റെ ഓരോ കൽപ്പണികളും കൊത്തുപണികളും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ശരിക്കും. പിന്നെ നമുക്ക് അധികം വെട്ടമൊന്നുമില്ല അതിൻ്റെ അകത്ത്, ഫോട്ടോസ് വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നൊരു വഴിയാണിത്. ഇത് എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല ഇതിനെക്കുറിച്ച്. ഒരു വല്ലാത്തൊരു വ്യൂ ആണ്, ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത് ഫുൾ നമ്മൾ നടന്ന് കാണണം. ഇത് കണ്ടോ, ഇതൊരു ചുമ്മാ ഒരു കൽമണ്ഡപമാണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, ഇവിടെ കുറച്ചത്ര ക്ലീൻ അല്ലായിരുന്നു ഈ ഏരിയയൊക്കെ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വാസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഫുൾ നമുക്കിങ്ങനെ പോയി കാണാം. ഇതിങ്ങനെ നടന്ന് പോകുമ്പോൾ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഒരു വേറെ വ്യൂ ആണത്. അപ്പോൾ അത് ശരിക്കും ഒരു നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഇതുപോലെ കുറേ ടെമ്പിൾ പോലെ ഇവർ ഉണ്ട്, ഇങ്ങനെ അടുത്തടുത്ത് ടെമ്പിൾസ് പോലെ കിട്ടിയിട്ടുണ്ട്. അത് പണ്ട് കാലത്തെ ടെമ്പിൾസ് ആയിരിക്കണം ഇതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പലതും ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളിലേക്ക് കയറി നോക്കി ഇതെന്താണെന്നുള്ളത്. പക്ഷേ ആളനൊക്കെ ഒന്നുമില്ല, എല്ലാവരും വന്ന് കയറുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ഉള്ളിൽ കയറി. നല്ല രസമുണ്ട്, ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു പ്രത്യേക ഫീൽ എന്നൊക്കെ പറയാം. ചുമ്മാ പാട്ടൊക്കെ കേട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. നല്ല രസമുണ്ട്. പക്ഷേ ഇത് ഒരേപോലെ ഇരിക്കുന്ന പല പല ടെമ്പിൾസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരേപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ. പിന്നെ ഇതും അതിൻ്റെ അടുത്തുള്ള അതേപോലത്തെ തന്നെ വേറൊരു കോവിലാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താണെന്നറിയില്ല, ഇത് ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തുറക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ എന്താണെന്നറിയില്ല, അകത്ത് ഫുൾ ഇരുട്ടാണ്. പിന്നെ നമുക്കൊന്നും കാണാനും പറ്റില്ല. തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഇതേപോലെ അടുത്തടുത്ത് വീണ്ടും ഗോപുരത്തിലോട്ട് പോയി. കണ്ടോ, അവിടെ തളർന്ന ഒരാൾ കിടപ്പിലായി. കാര്യം അത്രമാത്രം നടന്ന് നമ്മൾ ഒരവസ്ഥയായി. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടെ എല്ലാം കാണണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല, ചുമ്മാ എല്ലാം കയറി കണ്ടു. ഇതുപോലെ കുറേ ചെറിയ ടെമ്പിൾസ് ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കയറി കാണും. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നുമില്ല, പൂജകളോ ഒന്നും നടക്കുന്നില്ല, വെറും ബ്ലാങ്ക് ആണ്. അതായത് വർഷങ്ങൾ മുൻപ്, അതായത് 1400 വർഷം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഞാൻ ഒരു ബുക്കിൽ വായിച്ചത്, അപ്പോഴ് നടന്നതാണ്. സോ അതിനുശേഷം ഇപ്പോൾ അങ്ങനെ യാതൊരു പൂജകളൊന്നും നടക്കുന്നൊന്നുമില്ല. എല്ലാ ടൂറിസ്റ്റ് ആൾക്കാർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറേ പേര് വരുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഡാൻസൊക്കെ അറിയാവുന്നവർക്ക് പറ്റിയൊരു സ്ഥലമായിരിക്കും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നല്ലൊരു കാറ്റും ഭയങ്കര വെയിലും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക്, അതിങ്ങനെ നടന്ന് കാണാം. ഇതുപോലെ ഓരോ കൽമണ്ഡപങ്ങളുടെ ബാക്കികളും പിന്നെ ഓരോ ടെമ്പിൾസിൻ്റെ പല രീതികളും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ട്രിപ്പായിരുന്നു ഇന്ന്. എസ്പെഷ്യലി നവീൻ ബാംഗ്ലൂർ വരികയും നമ്മൾ അവിടെ നിന്ന് നേരെ ബൈക്കിൽ ട്രാവൽ ചെയ്തതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എപ്പോഴും ഹംപിയിലോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യും, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ ഇതിപ്പം നവീൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ശരിക്കും സക്സസ്ഫുള്ളായി. മെയിൻ റീസൺ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ലൈക്ക് ഹംപി തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പറ്റി, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും പറ്റി എന്ന് വേണം പറയാനായിട്ട്. നല്ലൊരു സ്റ്റേ ആയിരുന്നു, നല്ലൊരു ഫുഡായിരുന്നു. പക്ഷേ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്കറിയാൻ പറ്റില്ല, ബട്ട് എന്നാലും ഒരുവിധം
റഷായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ കയറിയത്. പിന്നെ മോസ്റ്റ് എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻസൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത്. നോൺ വെജ് കിട്ടുന്ന ഹോട്ടൽസൊക്കെ വളരെ കുറവായിരുന്നു. അതായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയാനായിട്ട്. സോ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത് അവിടെ ഒരു ടെമ്പിളാണ് കേട്ടോ. പിന്നെ എനിക്കത് കണ്ടപ്പോൾ പ്രത്യേകം ഒരു സന്തോഷം തോന്നി. ആ ടെമ്പിള് അവിടെ സ്റ്റിൽ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പുറത്തുനിന്നൊരു ആൻറ്റിയെ പറഞ്ഞത് അകത്ത് കയറി തൊഴാൻ പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ചൈതന്യം ഫീൽ ചെയ്തു. സോ അതാ ഞാനൊരു വീഡിയോ എടുത്ത്. തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ വീഡിയോ കാണുന്നവർക്കും ആ ഒരു പോസിറ്റീവ്നെസ്, ആ ഒരു ചൈതന്യം ലഭിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു കുഞ്ഞ് ഷോട്ട് എടുത്ത് വീഡിയോയിലും കൂടെ ഇട്ടത്. പിന്നെ ഇത് അതിന് പുറത്ത് വരുന്നൊരു ബസാറാണ്, ഹംപി ബസാർ എന്ന് പറയും. ഹംപി ബസാറിൻ്റെ തുടക്കമുള്ള ഒരു തെരുവാണത്. നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളും നല്ല കുറേ ജ്യൂസ് ഷോപ്പും ഒക്കെ ഉണ്ട്. തളർന്ന് വരുന്നവർക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇത് ആണ് ആ ഹംപി ബസാർ. നമ്മൾ ഈ യൂഷ്വലി ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നില്ല, അതേപോലത്തെ കുറേ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത്. പിന്നെ അതിനുശേഷം ഞാൻ ഫസ്റ്റ് നമ്മളൊരു ബുക്ക് മേടിച്ചായിരുന്നു. ഇതാ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ ഒരാൾ വന്ന് തന്ന ബുക്കാണ്. ഞാൻ പിന്നെ നമ്മുടെ വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.